നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇറങ്ങി വാ അമ്മു. എന്താ നിനക്ക് ഈ സ്ഥലം മനസ്സിലായോ? അമ്മുന് എന്താ തോന്നുന്നു? ഇവിടം ശരിക്കും പരിചയമുണ്ടോ? എനിക്കറിയാം. ഈശ്വര, അമ്മു ഇവിടെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല ലക്ഷണമാണല്ലോ. ഇവിടെ എനിക്കറിയാം, ഞാനിവിടെ വന്നിട്ടുണ്ട്. പറ, ഏതേ സ്ഥലം? ഈ സഞ്ജോട്ടിന്റെ ഒരു കാര്യം എനിക്കിവിടെ പിന്നെ അറിയില്ലേ? ഇത് മനയല്ലേ? ഏത് മന? ആരുടെ മനയാന്ന് പറ. തിരുമേനിയുടെ, ഭദ്രമൂസ തിരുമേനിയുടെ മന. എനിക്കിവിടെ എല്ലാം അറിയാം. ദാ അവിടെയാ പ്രാർത്ഥനാ മുറി. സഞ്ജുട്ടൻ വന്നേ, ഞാൻ ഇവിടെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം. ഇവിടെ എനിക്ക് അറിയാം. വാ സഞ്ജുട്ടാ. അമ്മു ഈ സ്ഥലം തിരിച്ചറിഞ്ഞ തന്നെ നല്ല ലക്ഷണോ. അമ്മുനിനി ബാക്കി ഓർമ്മ കൂടെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈശ്വര കാത്തോളണേ. സ്വാതി, നിങ്ങൾ നേരത്തെ എത്തിയായിരുന്നോ? ഇല്ല, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് ലച്ചുവിടെ? അമ്മു സഞ്ജുനെയും കൂട്ടി അകത്ത് പോയിരിക്കോ. എവിടേക്കാ? മുത്തശ്ശന്റെ അടുത്തേക്കോ? അതല്ലേ ഭാഗ്യം പറയുന്നേ. അമ്മു ഈ മനയും ഇവിടെ എല്ലാം തിരിച്ചറിഞ്ഞു. ദേ സഞ്ജുവിന് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോയിരിക്കോ. സത്യമാണോ? ശരിക്കും ലച്ചുന് ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഇതൊരു ശുഭസൂചനയായിട്ട് എനിക്ക് തോന്നുന്നേ. ഭദ്രമൂസ തിരുമേനിയുടെ മനയെ ഇതെന്ന് അവൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. ഇനി അമ്മൂന് നഷ്ടപ്പെട്ട എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടും. അപ്പോ ലച്ചു എന്നെയും തിരിച്ചറിയുമല്ലേ? അതിന് ചാൻസ് കൂടുതലാ. ഇവിടെ എത്തിയപ്പോ മുതല് അവൾക്ക് നല്ല മാറ്റമുണ്ട്. എന്നാ ഞാൻ ലച്ചുനൊന്ന് കാണട്ടെ. എല്ലാം ശുഭമാക്കി തരണേ. ഇവിടുന്ന് പോകുമ്പോ ആ പഴയ അമ്മൂനെ എനിക്ക് തിരിച്ചു തരണേ ഈശ്വര. സഞ്ജുട്ടാ, ദാ നോക്കി, അവിടെയാ ഞാൻ പറഞ്ഞ പൂജാമുറി. ഓക്കെ കണ്ടു. എന്നാ നമുക്കിനി തിരുമേനിയെ കാണാം. ഓ കാണല്ലോ. മൂസ തിരുമേനിക്ക് ഇനി വലിയ കാര്യമായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ ദാ നോക്കി, അതാ അവിടെ ചികിത്സാ മുറി.
വന്നേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വാ. ആ ലച്ചു, അതാരാ വരുന്നെന്ന് നോക്കി. ഇത് ആരാന്ന് ലച്ചുന് മനസ്സിലായോ? ലച്ചുന് എന്നെ മനസ്സിലായില്ലേ? ഈ മന അമ്മൂന് മനസ്സിലായി. ഇവിടെയുള്ള എല്ലാരെയും അമ്മൂന് നന്നായിട്ട് അറിയാം. തിരുമേനിയും മറന്നിട്ടില്ല. അപ്പോ ഇതാരാണെന്നും അറിയാം അല്ലേ അമ്മു? ആ അറിയാം. നിങ്ങള് സഞ്ജുവിന്റെ ഫ്രണ്ട് അല്ലേ? അന്ന് കല്യാണത്തിന് വന്നതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ? എടോ, ഇത് ഗോവിന്ദ, ഡോക്ടർ ഗോവിന്ദ. നിനക്ക് ഇയാളെ നന്നായിട്ട് അറിയാം. ഓർത്തു നോക്കിയേ. ഓ, അപ്പൊ ഡോക്ടറാണല്ലേ? അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറാ? എന്താ ഡോക്ടറൊന്നും മിണ്ടാത്തെ? ലക്ഷ്മിക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? ലച്ചു അല്ലേ പറഞ്ഞത് ഭദ്രമൂസ തിരുമേനി അറിയാന്ന്? ആ ശരിയാ, എനിക്കറിയാം. ഭദ്രമൂസ തിരുമേനി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കണ്ടിട്ട് ലക്ഷ്മി തിരിച്ചറിയുന്നില്ല? ഇവിടെ എല്ലാം എനിക്കറിയാം, പക്ഷേ ഞാൻ തിരുമേനിയെ കണ്ടിട്ടില്ലല്ലോ. സാരമില്ല, ലക്ഷ്മി അകത്തേക്ക് ചെല്ലൂ. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ആ അത് ശരിയാ, ഇടയ്ക്ക് നല്ല തലവേദനയുണ്ട്. ചില സമയത്ത് വേദന സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയാ. എന്നാൽ അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് നോക്കിയാലോ? ആ നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.